പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ് വന്നതിനെ തുടർന്ന് ടോൾ പ്ലാസയിൽ ആഘോഷം. ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്തിന്റെ നേതൃത്വത്തിൽ യാത്രക്കാർക്ക് ലഡ്ഡു വിതരണം ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരൊക്കെ തന്നെ ഇവിടെ എല്ലാ വാഹനങ്ങളിലുള്ളവർക്കൊക്കെ തന്നെ മധുരം കൊടുത്ത് ഈ ഒരു ടോൾ പിരിവ് തൽക്കാലത്തെങ്കിലും, അതായത് 4 ആഴ്ചയെങ്കിൽ 4 ആഴ്ച. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ച നിർത്തിവെച്ചത് കൂട്ടായ വിജയമാണെന്നും ഇതിലേറെ സന്തോഷമുണ്ടെന്നും ഹർജിക്കാരൻ കൂടിയായ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് തൃശൂർ DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 ആഴ്ച ടോൾ നിർത്തിവെച്ചതിന്റെ പണം പിന്നീട് ഈടാക്കുവാനുള്ള നീക്കമുണ്ടായാൽ എതിർക്കുമെന്നും ടാജറ്റ് പറഞ്ഞു. പാലിയേക്കര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രീ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിൻ്റെ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ടോൾ കമ്പനിയുടെ കരാർ ലംഘനത്തിനെതിരെ നിരന്തരമായ സമരങ്ങളും അതുപോലെ തന്നെ നിയമ പോരാട്ടങ്ങളിലും. അപ്പോൾ ഞങ്ങൾക്കുള്ള സന്തോഷമെന്ന് പറയുന്നത് ഞങ്ങൾ ഈ 10 വർഷക്കാലമായി ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം ശരിവെക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നരകയാതന മുഴുവൻ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഇത്രയും കാലം ടോൾ കൊടുക്കേണ്ടി വന്നു. ഇതിനെതിരെയൊക്കെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ താൽക്കാലിക ഉത്തരവാണെങ്കിലും അത് പുറത്തു വന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് കരാർ കമ്പനി പണി പൂർത്തീകരിക്കാതെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തയ്യാറല്ല. താൽക്കാലികമായി ടോളുകൾ സസ്പെൻഡ് ചെയ്യുന്ന കാലാവധി കരാർ പ്രകാരം നീട്ടിക്കൊടുക്കാനുള്ള വ്യവസ്ഥ കരാറിൽ ഉണ്ട്. അതനുസരിച്ച് ഇപ്പോൾ കോവിഡ് സമയത്തും പ്രളയ സമയത്തും മറ്റ് പല സമയങ്ങളിലും സസ്പെൻഡ് ചെയ്ത ആ കാലാവധി അവർക്ക് ഇവിടെ നീട്ടിക്കൊടുക്കും. സത്യത്തിൽ അത് അവർക്ക് ബമ്പറാണ്. ഇപ്പോൾ 95 രൂപ എന്നുള്ളത് 28 ആകുമ്പോൾ ചിലപ്പോൾ 125 രൂപയാണ്. അത്രയും കാശ് അവർക്ക് നീണ്ടു കിട്ടുക. അതിന് സമാനമായ രീതിയിൽ ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്ന ഈ 4 ആഴ്ച ഒരു കാരണവശാലും നീട്ടിക്കിട്ടാൻ അവർക്ക് അർഹതയില്ല. അത് ചെയ്യരുതെന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ആവശ്യം.